2010-11 ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ്. അന്ന് ഞങ്ങൾ അനുഭവിച്ച ഒരുപാട് പാഠങ്ങളും സന്തോഷങ്ങളും സുഖദുഃഖങ്ങളും എല്ലാം തീർച്ചയായിട്ടും ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾക്ക് വീണ്ടും ഒരു ആസ്വദിക്കാനില്ലാത്ത രീതിയിലായിരുന്നു. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന 2 സഖാഫിമാർ ഞങ്ങൾക്ക് വിട പറഞ്ഞ് അവർ കബീറാണ്. അല്ലാഹു അവർക്ക് മാഫ് നൽകുമാറാകട്ടെ. അവരുടെ ആഖിറം അല്ലാഹു വെളിച്ചത്തിലും സന്തോഷത്തിലും വെക്കട്ടെ. ബഹുമാനികളായ സഖാഫിമാരെ, ചെറിയ പ്രായത്തിൽ തന്നെ ശൈഖുനയുടെ ശിഷ്യത്വം ലഭിക്കണമെന്ന് വലിയൊരു ആഗ്രഹം മനസ്സിൽ കരുതിയ ആളാണ് ഈ വിനീതനായ. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ നാടും കുടുംബവും എല്ലാം പരിശുദ്ധമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട മേഖലയായതുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ വലിയൊരു നേതാവിന്റെ അടുക്കൽ ദർസ് പഠിക്കാനും ആ മഹാൻ കാരണമായി സഖാഫി നമുക്ക് ആകാൻ വേണ്ടി മർക്കസിലേക്ക് എത്താൻ സാധിച്ചു. തുടക്കത്തിൽ വന്നപ്പോ മർക്കസ് ഇത്രയും വലിയ വിശാലതയും ഇത്രയും ആളുകൾ ഉണ്ടാകുമെന്ന് കരുതിയിരുന്നില്ല. രസകരമെന്ന് പറയട്ടെ, ഒരു വെള്ളിയാഴ്ചയാണ് ആദ്യമായിട്ട് ഇവിടെ മർക്കസിലേക്ക് എത്തുന്നത്. പിറ്റേ ദിവസം ശനിയാഴ്ച രാവിലെ ആ ക്യാൻറ്റീനിൽ അനുഭവിച്ച തിരക്ക് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു എന്നെ കൊണ്ട് സഖാഫി ആകാൻ സാധ്യതയില്ല. കാരണം അന്ന് ഒരു പാവ ആളായിരുന്നു. ഈ തിക്കും തിരക്കും തല്ലുകൂടാനൊക്കെ അത്ര ഒരു സർവീസ് ഉണ്ടായിരുന്നില്ല. അതൊക്കെ പഠിച്ചത് ഈ മർക്കസിലായിരുന്നു നിന്നാണ്. പിന്നെ രസകരമായ അനുഭവം, ആ പിറ്റേ ദിവസം കൂട്ടുകാരനായി മംഗലാപുരം ഭാഗത്തുള്ള ഒരു കൊതവ സഖാഫി, അദ്ദേഹം എന്നോട് ഞാൻ ബജാറിലേക്ക് എന്റെ ബജാറുള്ളത് എല്ലാവരും നാഷ്ടാക്കാൻ അതൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്ന ബ്രെഡും അന്ന് പൊറോട്ട കഴിഞ്ഞ് ബ്രെഡാണ് കിട്ടിയത്. അങ്ങനെ 1-2 ദിവസം ഇങ്ങനെ ബജാറിലേക്ക് അയാൾ എന്നെ കൂട്ടിക്കൊണ്ട് പോകും. എന്തെങ്കിലും പഠിപ്പിക്കാണ്ട് തട്ടിക്കൂടാന് സ്പീഡായി പോവാനൊക്കെ. ഏതായാലും ഒരാഴ്ചയുള്ള ഇതൊക്കെ മറന്നു. നമ്മളിവിടെ പാറി കളിക്കാൻ അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ശൈഖുനിയുടെ നേതൃത്വം, ബുഖാരി ദർസും അതുപോലത്തെ മറ്റുള്ള ആലിമീങ്ങളുടെ സയ്യിദന്മാരുടെ അതുപോലെ തന്നെ നമ്മുടെ ഉസ്താദന്മാരുടെ ക്ലാസ്സുകളൊക്കെ വളരെ സന്തോഷകരമായിട്ട് ഇങ്ങനെ നീങ്ങുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ബഹുമാനപ്പെട്ട ശൈഖുന ഉസ്താദിനെ നാം പലപ്പോഴും ദർസിലും നമ്മൾ മർക്കസിലേക്ക് വരുന്ന മുമ്പ് ധാരാളം മനസ്സിലാക്കിയിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പക്ഷേ മർക്കസിൽ നേരിട്ട് അനുഭവിച്ചപ്പോഴാണ് നേരത്തെ ഇവിടെ ബഹുമാനപ്പെട്ട വില്യാമ ഉസ്താദും അതുപോലെ തന്നെ പലൂർ ഉസ്താദൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ മർക്കസിൽ പഠിച്ചവർക്ക് തീർച്ചയായിട്ടും സംഘടനയിൽ വളരെ ധൈര്യത്തോടുകൂടിയും വളരെ നല്ല ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നതിലേക്ക് വലിയ തെളിവുകൾ നമ്മുടെ മുമ്പിലുണ്ട്. ശൈഖുനയെ നമ്മൾ നന്നായി കാണുന്നു, മനസ്സിലാക്കുന്നു. ഒരു ദിവസം ഉസ്താദ് അവർക്ക് തിരുവനന്തപുരത്ത് ഒരു ഭാഗത്ത് പരിപാടി കഴിഞ്ഞിട്ട് കാറിൽ ഇങ്ങനെ വരികയാണ്. സുബഹി നേരത്ത് മർക്കസിലേക്ക് എത്തുന്നു. ശൈഖുനക്ക് കാറിൽ നിന്ന് താഴോട്ട് കാല് വെക്കാൻ സാധിക്കുന്നില്ല. കാല് നീറി പിടിച്ച് അങ്ങനെ വലിയ ഭാരത്തോടുകൂടെ സാധിക്കാതിരിക്കുമ്പോ അന്ന് ഞാൻ ഓർക്കുകയാണ്, ഉസ്താദിന്റെ ഖാദിമ് ഉസ്താദിന്റെ വലത് കാലിങ്ങനെ 2 കൈയിൽ പിടിച്ച് ഇങ്ങനെ താഴോട്ട് വെക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു, ശൈഖുന ഈ സമൂഹത്തിന് വേണ്ടി, ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി, ദീനിന് വേണ്ടി എത്രമാത്രം ത്യാഗങ്ങൾ ചെയ്യുന്നു. സുബ്ഹാനല്ലാഹ്, നമ്മുടെ കർണാടക ഭാഗങ്ങളിലൊക്കെ ശൈഖുനെ ധാരാളമായി സ്നേഹിക്കുന്ന ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് ഒരുപാട് സുന്നത്ത് ജമാഅത്തിന്റെ കേന്ദ്രങ്ങളും പ്രസ്ഥാനങ്ങളും ഇന്ന് കർണാടകത്തിന്റെ മംഗലാപുരം ഭാഗത്ത് പോയവർക്ക് എല്ലാം സുന്നി വിദ്യാഭ്യാസ ബോർഡ് അതുപോലെ തന്നെ നമ്മുടെ സ്ഥാപനങ്ങളും ഒക്കെ വളർന്നു വരുന്ന ഒരു സാഹചര്യമാണ്. ഇതൊക്കെയും ശൈഖുനയെ കണ്ടുകൊണ്ടാണ് ഏകദേശം 99% നമ്മുടെ നമ്മുടെ ദീനിയുടെ വളർച്ചയെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട ശൈഖുന അവരുകളെ മർക്കസിന്റെ കാലയളവിൽ ഒരുപാട് പ്രാവശ്യം ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് കണ്ടത് 2 പ്രാവശ്യമാണ്. ഒന്ന് മർക്കസിലേക്ക് വന്ന സമയത്ത് ഫസ്റ്റ് ഒന്ന് ശൈഖുനയെ കാണണം, പിന്നെ 2 ദിവസം തിരിഞ്ഞു പോകുമ്പോഴാണ് ശൈഖുനെ 2 പ്രാവശ്യം കണ്ടത്.
അപ്പൊ നിങ്ങൾ ചോദിക്കും എന്തേ ഒരുപാട് അവസരമുണ്ടായി, രാവിലെ ബുഖാരിക്ക് മുമ്പ് നമുക്ക് അവസരമുണ്ട്, അപ്പൊ എപ്പോഴും തിരക്കാണ്, അവിടെ പോലും കറിയില്ല, നീണ്ട നിറ. ആ സമയത്ത് കുറച്ച് കഴിയുമ്പോൾ വെള്ളടിക്കും ബുഖാരിക്ക് പോകാൻ, പിന്നീട് ഒന്നുണ്ടാകും ബുഖാരിക്ക് പോകും. ഒരു ദിവസവും ഉസ്താദിനെ നേരിട്ട് ഇങ്ങനെ കാണാനുള്ള മറ്റു പരിപാടികൾ കാണുന്നുണ്ട്, മർക്കസിൽ സാധിച്ചിട്ടില്ല. സ്വാഭാവികമായിട്ട് എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു, അതായത് സദാ എപ്പോഴും ജലദോഷം എനിക്കുണ്ടായിരുന്നു. നിങ്ങൾക്കൊരു എല്ലാ ദിവസം ജലദോഷം. 2 വർഷം കഴിഞ്ഞ് മർക്കസിൽ തിരിയുമ്പോ ഷെയ്ഖിന്റെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉസ്താദ് എനിക്ക് ജലദോഷം ഒരുപാട് വർഷമായി, 10 വർഷമാണ് പറഞ്ഞത്, 10 വർഷമായി ഇടപെടാതെ, എപ്പോഴും എനിക്ക് ചിലപ്പോൾ ഉണ്ടാവൂല, അധിക ദിവസങ്ങളിലും ജലദോഷമാണെന്ന് പറഞ്ഞപ്പോ ഷെയ്ഖ് അത്ഭുതപ്പെട്ടു. അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞു, ഈ സഖാഫിക്ക് 10 വർഷമായി ജലദോഷം,